ഹായ് ഓൾ, എല്ലാവരും ഞാൻ എൻ്റെ ഒരു ചെറിയ യാത്രാ വിവരണത്തിലേക്ക് ക്ഷണിക്കുന്നു. ഇതൊരു ചെറിയ ഊട്ടി യാത്രയുടെ ഡീറ്റെയിലിംഗ് ആണ് നമ്മളിവിടെ പങ്കുവയ്ക്കുന്നത് നിങ്ങളുമായിട്ട്. അതായത് നമ്മൾ രാവിലെ 6 മണിക്ക് ആലപ്പുഴയിൽ നിന്ന് പുറപ്പെടുന്ന ആലപ്പുഴ ധൻബാദ് എക്സ്പ്രസ്സിൽ കയറി ഏകദേശം 12:15 ശേഷം കോയമ്പത്തൂർ റീച്ച്. കോയമ്പത്തൂരെത്തി കോയമ്പത്തൂരത്തെ കാഴ്ചകളും ഒക്കെ കണ്ട് വൈകുന്നേരം ഒരു 5:55 ട്രെയിനിന് നമ്മൾ കോയമ്പത്തൂരിൽ നിന്ന് മേട്ടുപ്പാളയം എത്തി. മേട്ടുപ്പാളയത്തിൽ നിന്ന് പിറ്റേ ദിവസം പകൽ 7 മണിക്കാണ് 7 മണിക്ക് ശേഷമാണ് നമുക്ക് പോകാനുള്ള ഊട്ടി മേട്ടുപ്പാളയം ട്രെയിനുള്ളത്. അപ്പോൾ മേട്ടുപ്പാളയം ടു ഊട്ടിയാണ് നമ്മൾ എടുത്തിരുന്നത്. നമ്മൾ ടിക്കറ്റ് റിസർവ് ചെയ്തിട്ടല്ല പോകുന്നത്, നമ്മളവിടെ ക്യൂ നിൽക്കണം. രാത്രി ഒരു 9 മണിക്ക് ശേഷം മാത്രമേ ക്യൂ നിൽക്കാനുള്ള പെർമിഷൻ അവർ തരുള്ളൂ. അങ്ങനെ നമ്മളവിടെ ക്യൂ നിന്ന് രാത്രി മൊത്തം അവിടെ നിന്നു കിടന്നുമൊക്കെയാണ് നമ്മളത് മുമ്പോട്ട് പോയത്. അങ്ങനെ അവിടുത്തെ ആ ടൈമിലുള്ള കുറച്ച് കാഴ്ചകളാണ് ഉള്ളത്. അപ്പോൾ ഏകദേശം 30 പേർക്ക് മാത്രമാണ് നമുക്ക് സീറ്റ് ദിവസങ്ങളിൽ, ശനി ഞായർ ഒഴിച്ചുള്ള ദിവസങ്ങളിൽ ചെന്ന് കഴിഞ്ഞ് ഞങ്ങൾ ഞായറാഴ്ചയാണ് തിങ്കളാഴ്ചയാണ് ട്രെയിൻ പുറപ്പെടുന്നത്. അപ്പോൾ ആകെ 30 പേർക്ക് മാത്രമുള്ള ഒരു ബോഗി മാത്രമേ നമുക്ക് അൺറിസർവ്ഡ് അലോ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ആദ്യം നിൽക്കുന്ന 30 പേർക്ക് കിട്ടുമായിരുന്നു. അതുകൊണ്ട് രാത്രി തന്നെ ഞങ്ങൾ നിന്നു. ഏകദേശം വന്നതിൽ നല്ലൊരു ശതമാനം ആൾക്കാർക്കും ടിക്കറ്റ് കിട്ടാതെ പോയി. യാത്രയിൽ നമ്മുടെ ക്യാബിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് മലപ്പുറം കോഴിക്കോട് ഭാഗത്തു നിന്നുള്ള കുറച്ച് ചെറുപ്പക്കാരും ഒരു തമിഴ് ഫാമിലിയുമായിരുന്നു. മേട്ടുപ്പാളയം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് രാവിലെ ഏകദേശം 7:10 ശേഷമായി ട്രെയിൻ പുറപ്പെടുന്നത്. മേട്ടുപ്പാളയം ഊട്ടി പാസഞ്ചർ എന്നാണ് ഇതിനെ പറയപ്പെടുന്നത്. ഏകദേശം 46 കിലോമീറ്ററാണ് നീലഗിരി മൗണ്ടൻ റെയിൽവേസിലൂടെ ഇത് സഞ്ചരിച്ച് ഊട്ടിയിലെത്തുന്നത്. 16 ടണലും 250 പാലങ്ങളുമാണ് ഇതിനുള്ളത്. ഏകദേശം 208 കർവ്സ് കവർ ചെയ്താണ് ഈ ട്രെയിൻ ഊട്ടിയിലെത്തുന്നത്. 4 മണിക്കൂറും 45 മിനിറ്റുമാണ് ഈ 46 കിലോമീറ്റർ കവർ ചെയ്യാൻ വേണ്ടി ഈ ട്രെയിൻ എടുക്കുന്നത്. അപ്പോൾ ഈ യാത്രയിൽ പല സ്ഥലങ്ങളും ട്രെയിൻ നിർത്തി ഇതുപോലെ വെള്ളം നിറയ്ക്കുകയും അതുപോലെ തന്നെ ഫുഡ് കഴിക്കാനും കാഴ്ചകൾ കാണാനും ഒക്കെ ആയിട്ട് ഏകദേശം അരമണിക്കൂർ ഗ്യാപ്പിൽ തന്നെ ഈ ട്രെയിൻ സ്റ്റോപ്പ് വരും. വളരെ ചെറിയ ഒരു 10 കിലോമീറ്റർ സ്പീഡിലോ മറ്റുമാണ് ഈ ട്രെയിൻ യാത്ര നടന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് ആ ട്രെയിനിൽ അങ്ങനെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് തീരെ സ്പീഡില്ലാതെ ടൈമിലിരിക്കും. അപ്പോൾ ഇടയ്ക്ക് കാഴ്ചകൾ കാണാൻ നിർത്തുന്ന ടൈമിൽ ഫോട്ടോ എടുക്കാനും അതുപോലെ തന്നെ ഈ പാലത്തിൻ്റെ മുകളിലൂടെയുള്ള യാത്രയൊക്കെ ശരിക്കും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫീലായിരുന്നു. കാഴ്ചയുടെ ആ ഒരു വിസ്മയം ശരിക്കും അറിയാനുണ്ടായിരുന്നു. ക്ലൈമറ്റ് പക്ഷെ നമുക്ക് കുറച്ച് നല്ലതായിരുന്നെങ്കിൽ കൊള്ളാമെന്ന് തോന്നി. എന്നിരുന്നാലും കാഴ്ച അത്യുഗ്രമായിരുന്നു. അങ്ങനെ മേട്ടുപ്പാളയം ടു കൂനൂരാണ് നമുക്ക് ഒരുപാട് ട്രാവൽ ചെയ്യാനുള്ളത്. കൂനൂരിൽ നിന്ന് ഊട്ടിയിലേക്ക് ഏകദേശം 1.5 മണിക്കൂർ യാത്രയേ ഉള്ളൂ. പക്ഷേ കാഴ്ച ഒരുപാട് ആ ഗ്യാപ്പിലുണ്ട് എന്നുള്ളതാണ്. പലരും കൂനൂരിൽ നിന്നാണ് ഊട്ടിക്ക് പോകാനായിട്ട് ട്രെയിൻ ടിക്കറ്റ് റിസർവ് ചെയ്യുന്നത്. കാരണം ഇത് ഇത്തിരി ബുദ്ധിമുട്ടാണ്. ഈ പറഞ്ഞ 4 മണിക്കൂറും 45 മിനിറ്റും ഈ ട്രെയിനിൽ അവിടം വരെ എത്തുക എന്ന് പറഞ്ഞാൽ പാടാണ്. പക്ഷേ എന്നിരുന്നാലും ട്രെയിനിൻ്റെ യാത്രയുടെ 40% മേട്ടുപ്പാളയം ടു കൂനൂരാണ് കവർ ചെയ്യുന്നത്. അത് നല്ല കാഴ്ചകളുണ്ട്, അതിമനോഹരമായിട്ടുള്ള വ്യൂസൊക്കെ തന്നെ നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കുന്നുണ്ട്. ട്രെയിനിൻ്റെ ആ സൗണ്ടും മറ്റു കാര്യങ്ങളൊക്കെ വളരെ ആസ്വദിക്കാൻ പറ്റുന്നതാണ്. പക്ഷെ നമുക്ക് കുറേ കഴിയുമ്പോൾ അതിൽ ചെറിയ ബുദ്ധിമുട്ടൊക്കെ ചെറിയ രീതിയിൽ തോന്നി തുടങ്ങുകയും ചെയ്യും. പിന്നെ യാത്ര ചെയ്യുന്ന ആൾക്കാരോടുള്ള എൻജോയ്മെൻറ്റും വൈബും ഒക്കെയാണ് നമ്മുടെ ആ യാത്രയെ കൂടുതൽ മനോഹരമാക്കുന്നത്. ഇതിൽ അൺറിസർവ്ഡ് ആയിട്ട് നമുക്ക് യാത്ര ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഈ ഒരു യാത്രയിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചത്. പക്ഷേ ഇത്തിരി എഫർട്ട് കൂടുതലാണ്. രാത്രി 9 മണിക്ക് വന്നിരിക്കുന്നത്. ദിവസങ്ങളിലാണെങ്കിൽ ഒരു പക്ഷേ 9 മണിക്കൊന്നും വന്ന് നിൽക്കണമെന്ന് തോന്നുന്നില്ല. കാരണം ഏകദേശം ഞങ്ങൾ നിന്ന ശേഷം രാവിലെ ഒരു 1 മണി 2 മണി തൊട്ടൊക്കെ വന്നിരുന്ന പലർക്കും ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. 9 മണി തൊട്ട് നിന്നിരുന്ന ഞങ്ങളുടെ ക്യാമ്പിലുണ്ടായിരുന്ന 10 പേര് മാക്സിമം ഉണ്ടായിരുന്നുള്ളൂ എന്ന് തോന്നുന്നു. അതിൻ്റെ മേളിലുള്ള ആൾക്കാർ ആ സമയത്ത്. അപ്പോൾ ഞങ്ങൾക്ക് കൺഫേം ആയിരുന്നു നമ്മൾ ആലപ്പുഴയിൽ നിന്ന് വരുന്നു. അപ്പോൾ ഈ ടിക്കറ്റ് കിട്ടാതിരിക്കുക എന്ന് പറഞ്ഞാൽ അത്ര ഫെയർ ആയിട്ടുള്ള കാര്യമല്ല. എങ്ങനെയെങ്കിലും ഇത് കിട്ടി. അതുകൊണ്ട് നൈറ്റ് ഉറക്കം നിന്നാലും സാരമില്ല, അല്ല അവിടെ കിടന്നുറങ്ങിയാലും സാരമില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ടിക്കറ്റ് വേണം എന്നുള്ള രീതിയിൽ തന്നെ ഇരുന്നിരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യത്തെ ആ ഒരു 10 സ്പോട്ടിൽ തന്നെ നമുക്ക് കയറാനും പറ്റില്ല. നമ്മുടെ പ്ലാനും അതായിരുന്നു. കാരണം എന്തെങ്കിലും അട്ടിമറി നടക്കുമോ, ഇനി വേറെ എന്തെങ്കിലും രീതിയിൽ കിട്ടാതെ പോകുമെന്നൊക്കെയുള്ള ടെൻഷനുണ്ട്. എന്നിരുന്നാലും മെനക്കെട്ടു കിട്ടി. എഫർട്ട് ഇട്ടതിനുള്ള റിസൾട്ട് ശരിക്കും പറഞ്ഞ് ഈ കാഴ്ചയിൽ നമുക്ക് കാണാൻ പറ്റി. ഇത് കൂനൂർ എത്തിയ ശേഷം ഊട്ടിയിലേക്ക് പോകുമ്പോഴുള്ള കാഴ്ചകളാണ്. വാലിയുടെ സൈഡിലൂടെ ഉള്ളതും ഈ മലനിരയുടെ ഗ്യാപ്പിലൂടെയൊക്കെ ഉള്ള പോക്ക് ശരിക്കും നല്ലൊരു വ്യൂ. ട്രെയിനിലിരുന്ന ആ വ്യൂ ആസ്വദിക്കുക എന്ന് പറഞ്ഞാൽ നല്ലതാണ്. അതുപോലെ തന്നെ മനോഹരമായിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ ഈ ട്രെയിനിൻ്റെ പുറത്തിറങ്ങിയുന്നത്
വരുന്നത് ഈ വ്യൂയിലൂടെയൊക്കെ വരുന്നത് കാണുക എന്നുള്ളത് അത് മറ്റൊരു ബ്യൂട്ടിയാണ്. പക്ഷേ നമുക്കത് കാണാൻ സാധിച്ചില്ല. ട്രെയിനിലിരുന്ന് ഒരിക്കലും നമുക്ക് ആ ഭംഗി കിട്ടില്ല. അങ്ങനെ നമ്മൾ ഊട്ടി അല്ലെങ്കിൽ ഉദകമണ്ഡലം റെയിൽവേ സ്റ്റേഷനിലേക്ക് റീച്ച് ആയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ എത്തിയുന്ന ടൈമിലുള്ള ക്ലൈമറ്റൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. നമ്മൾ ശരിക്കും ഭയങ്കര എക്സ്പെക്റ്റേഷനിലാണ് ഊട്ടിയിൽ ചെന്നത്. കാരണം മേട്ടുപ്പാളയത്ത് വലിയ ചൂട് തണുപ്പോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. യാത്ര തുടങ്ങി ഊട്ടി അതായത് കോനൂരിൽ നിന്ന് അങ്ങോട്ട് കയറിയ ശേഷം മാത്രമാണ് ഈ ചൂട് നമുക്ക് കിട്ടാൻ തുടങ്ങിയത്. അങ്ങനെ നമ്മൾ ഊട്ടിയിലെത്തി അവിടുത്തെ ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ എൻജോയ് ചെയ്ത് റൂം തിരക്കി. ഊട്ടി മാർക്കറ്റിനടുത്ത് തന്നെയാണ് നമ്മൾ റൂം എടുത്തത്. അപ്പോൾ അതിനുശേഷം നമ്മുടെ അവിടെ ഉണ്ടായിരുന്ന കുറച്ച് കമ്പനിക്കാർ അവരോടൊക്കെ നല്ല ഇൻട്രാക്ട് ചെയ്ത ആൾക്കാരെല്ലാവരോടും ബൈ പറഞ്ഞ് പിന്നെ 2 ദിവസം ഊട്ടി കറങ്ങാനുള്ള പ്ലാനിലാണ് ഞങ്ങൾ നോക്കുന്നത്. 2 ദിവസമൊന്നുമില്ല, ഒരു ദിവസമാണ്. ഒരു ദിവസം തിരിച്ചു പോകുന്ന അന്ന് ജസ്റ്റ് സൈറ്റ് സീയിങ് ഒന്ന് എടുത്തേക്കാം എന്നുള്ള പ്ലാനായിരുന്നു. ഇത് ശരിക്കും നമ്മൾ പല വ്ളോഗ്സിലും കണ്ടിട്ടുള്ളതാണ്. 5 രൂപയുടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ്, ഇഡലിയും സാമ്പാറുമാണ്. ടേസ്റ്റി ആയിട്ടൊന്നുമില്ല, ഹൈജീനും നമുക്ക് നോക്കാനായിട്ടൊന്നുമില്ല. പക്ഷേ അത് ഇങ്ങനെ കണ്ടത് കൊണ്ടൊന്ന് ട്രൈ ചെയ്യാൻ വേണ്ടി എക്സ്പീരിയൻസ് ചെയ്ത് വലിയ കുഴപ്പമില്ല. എന്നാലും ഒരുപാട് ഹൈജീനൊന്നും നോക്കുന്ന ആൾക്കാർക്ക് പറഞ്ഞിട്ടുള്ളതേ അല്ല. അപ്പോൾ നമ്മൾ പിറ്റേ ദിവസം രാവിലെ ഈ ഫുഡ് കഴിച്ചിട്ട് നേരെ പോകുന്നത് കിന്നക്കോരയിലേക്കാണ്. പല വ്ളോഗ്സിലും മറ്റും ഇതും കണ്ട ഒരു കാഴ്ചയാണ്. വ്ളോഗ് കണ്ട് തന്നെയാണ് നമ്മൾ യാത്ര ചെയ്യാൻ തുടങ്ങിയത് ശരിക്കും പറഞ്ഞാൽ. കിന്നക്കോരയിലേക്കുള്ള വ്യൂ ഒക്കെ അത്യാവശ്യം ഇൻട്രസ്റ്റിങ് തന്നെയായിരുന്നു. കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ചെറിയ റോഡിലൂടെ ഈ മലയോര കാഴ്ചകളൊക്കെ കണ്ട് ഒരുപാട് ട്രാവലേഴ്സ് അങ്ങോട്ട് വരുന്നുണ്ട്. ബൈക്കേഴ്സൊക്കെ ആയിട്ട് നല്ലപോലെ ആൾക്കാർ അവിടെ വരുന്നുണ്ടായിരുന്നു. അതല്ലാതെ ടൂറിസ്റ്റുകൾ കാറിലൊക്കെ ആയിട്ട് ആൾക്കാർ നമ്മൾ യാത്ര ചെയ്ത സമയത്ത് പലപ്പോഴും ഞാൻ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. കാറിനും മറ്റുമൊക്കെ ആയിട്ട് ഗ്യാപ്പ് കൊടുത്ത് ബസ് പലതവണ നിർത്തി. അതുകൊണ്ട് തന്നെ ബസ്സിൻ്റെ ടൈമിംഗ് ഒന്നും പ്രോപ്പറായിട്ട് ഊട്ടി എന്ന് പറയുന്നുണ്ടായിരുന്നില്ല കിന്നക്കോരയിലേക്ക്. ഇത് കിന്നക്കോരയുടെ ലാസ്റ്റ് സ്റ്റോപ്പാണ് കിന്നക്കോരയിലേക്കുള്ള ബസ്. ഇവിടെയുള്ള ഗ്രാമമാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ആവറേജ് ഭംഗിയാണ് ഈ ഗ്രാമത്തിന് എനിക്ക് തോന്നിയത്. അപ്പോൾ ഇതൊക്കെ കണ്ട് നമ്മൾ തിരിച്ച് പോകുന്ന സമയത്താണ് ശരിക്കും നമ്മൾ ആ വ്യൂ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുക. അത് നമുക്ക് സൈഡ് വ്യൂ കറക്റ്റായിരുന്നില്ല നമ്മളിരുന്നത്. തിരിച്ചു പോകുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് എല്ലാ സൈഡിലെ വ്യൂ ഒക്കെ കണ്ട് ആസ്വദിച്ച് അത്യാവശ്യം നല്ലൊരു എന്താ പറയുക ലാൻഡ്സ്കേപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു കാണാനായിട്ട്. പക്ഷേ ക്ലൈമറ്റ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഊട്ടിയിൽ വന്ന സമയത്തുള്ള ക്ലൈമറ്റ് പിറ്റേ ദിവസം നമുക്ക് കിന്നക്കോര യാത്രയ്ക്ക് കിട്ടിയില്ല എന്നുള്ളതാണ് സത്യം. കാരണം കിന്നക്കോരയിൽ നിന്ന് ഇറങ്ങി കുറച്ചെത്തിയ സമയത്ത് ചെറിയൊരു തണുപ്പ് കിട്ടിയത് ഒഴിച്ച് കഴിഞ്ഞാൽ ഊട്ടിയുടെ ഒരു ക്ലൈമറ്റായിട്ടൊരു ബന്ധമില്ലാത്തൊരു ഇതായിരുന്നു. വാഗമണ്ണിൽ പോലും തണുപ്പ് ഉണ്ടായിരുന്നോ എന്ന് സംശയമായിരുന്നു. ഊട്ടിയിൽ അത് കഴിഞ്ഞുള്ള ദിവസങ്ങളിൽ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്ത തണുപ്പെന്ന് പറയുന്നത്. ശരിക്കും കൊടൈക്കനാലൊക്കെ നമ്മൾ പലതവണ പോയെങ്കിലും ഒരിക്കലും നമുക്ക് ക്ലൈമറ്റിൻ്റെ ബേസിലൊരു നെഗറ്റീവ് ഫീൽ വന്നിട്ടില്ല. പക്ഷേ ഊട്ടിയിൽ ലിറ്ററലി ആ ഒരു അത്ര സുഖം ഉണ്ടായിരുന്നില്ല. ഇത് കിന്നക്കോരയും തിരിച്ച് വരുമ്പോൾ മറ്റ് പല വണ്ടികളും ഈ പറഞ്ഞ ചെറിയ റോഡാണ്, പക്ഷെ ഒരുപാട് വണ്ടികൾ ഈ ഒരു റൂട്ടിലേക്ക് വരുന്നുണ്ടായിരുന്നു. അത് നമ്മൾ വന്ന വണ്ടി പ്ലാന്റേഷൻ്റെ സൈഡിലൂടെയൊക്കെ ഇറങ്ങി പിന്നെ അവിടുത്തെ സ്റ്റാഫിനെയൊക്കെ പിക്ക് ചെയ്യുകയൊക്കെ ചെയ്യുന്നു. ഡ്രൈവർ അത്യാവശ്യം നല്ല റഷിലായിരുന്നു ഓടിച്ചിരുന്നത്. അത്ര ഫെയറും ആയിരുന്നില്ല. ഫ്രണ്ടിൽ ഇരുന്നിട്ട് നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം സാധാരണ നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന കൊടൈക്കനാലൊക്കെ പോകുന്ന ടൈമിൽ ഡ്രൈവേഴ്സ് ഓടിക്കുന്ന ഒരു നാക്കൊന്നുമില്ല. പുള്ളി ഭയങ്കര ഇതിനങ്ങ് എടുത്തടിച്ചുള്ള ഓരോ ഇതായിരുന്നു. അതുകൊണ്ട് ചിലത് ഞാൻ വീഡിയോ സ്പീഡ് കുറയ്ക്കാതെ തന്നെ ഇട്ടിട്ടുണ്ട് ആ ഓടിക്കുന്നതിൻ്റെ ഒരു ഇത് കാണാനായിട്ട്. ചില രീതിയിൽ ഷൂട്ട് ചെയ്യുമ്പോഴൊക്കെ നമുക്കൊരു ബുദ്ധിമുട്ട് ശരിക്കും അനുഭവിക്കുന്നുണ്ടായിരുന്നു. കംഫർട്ട് നോക്കി ഉള്ളതല്ല ചിലപ്പോൾ അവിടുത്തെ രീതി അങ്ങനെ ആയിരിക്കാം. എന്നിരുന്നാലും ഈ ബസ്സിലെ യാത്ര ഞങ്ങൾക്ക് മാഞ്ചൂരെത്തിയപ്പോൾ അവസാനിച്ചു. കാരണം ഈ ബസ് ഊട്ടിയിൽ നിന്ന് കിന്നക്കോരയ്ക്ക് വരുന്ന ബസ് തിരിച്ച് ഊട്ടിക്ക് പോകുന്നില്ല. അത് മാഞ്ചൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്തെത്തി അവിടെ നിന്ന് കോയമ്പത്തൂർ കാണും. അപ്പോൾ ഊട്ടിയിലേക്ക് ടോയ് ട്രെയിനും കിന്നക്കോരയും പ്ലാൻ ചെയ്ത് വരുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ടോയ് ട്രെയിൻ എടുത്ത് ഒരു ദിവസം ഊട്ടി സ്റ്റേ ചെയ്തിട്ട് പിറ്റേ ദിവസം രാവിലത്തെ ബസ്സിന് കിന്നക്കോരയ്ക്ക് പോവുകയും കിന്നക്കോരയിൽ നിന്ന് തിരിച്ച് വന്ന് മാഞ്ചൂർ ഇറങ്ങി മാഞ്ചൂരിൽ നിന്ന് കോയമ്പത്തൂർ വഴി തിരിച്ച് നാട്ടിലേക്ക് പ്ലാൻ ചെയ്യുന്നവരാണെങ്കിൽ അങ്ങനെ വരാവുന്നതാണ്. അത് നാട്ടിൽ നിന്ന് വരുന്ന കോയമ്പത്തൂർ കണക്ട് ചെയ്ത് വരുന്നവർക്ക് ഈ രീതിയിലൊരു ഓപ്ഷൻ ഉണ്ട്. ഇതാണ് മാഞ്ചൂർ എന്ന് പറയുന്നത്. ഇത് ശരിക്കും അത്ര പഴയ ടൗണൊന്നുമല്ല, അത്യാവശ്യം നല്ല ആളും റഷും ഒക്കെയുള്ള ഒരു ഏരിയയാണ്. അപ്പോൾ എനിക്ക് ഊട്ടിയിൽ തോന്നിയിട്ട് പ്രത്യേകം വെച്ചാൽ ഊട്ടി കൊടൈക്കനാലിനൊക്കെ അപേക്ഷിച്ച് കുറേ കൂടി ഡെവലപ്ഡാണ്. ഉള്ളിലോട്ടൊക്കെ പോയാലും നമുക്ക് ആ ഒരു ഡെവലപ്മെൻറ്റ് കാണാനുണ്ട്. കൊടൈക്കനാൽ ഇന്നും ഒരു പഴമ അല്ലെങ്കിൽ ഒരു നൊസ്റ്റാൾജി ഫീൽ കിട്ടുന്നൊരു സ്ഥലം തന്നെയാണ്. പക്ഷേ ഊട്ടി അത്രയല്ല, വ്യത്യാസം ഒരുപാട് നമുക്ക് കാണാനുണ്ട്. പിന്നെ ആൾക്കാരിലേക്ക് ഒരുപാട് മാറ്റമുണ്ട്. നൂതനമായിട്ട് പറ്റിക്കാനൊക്കെ അറിയാവുന്ന ആൾക്കാരൊക്കെ ഉണ്ട് ഇവിടെ.
അതും പറയാതിരിക്കാൻ പറ്റില്ല. കാരണം നമുക്ക് ഈ യാത്ര സൈറ്റ് സീയിങ് എടുത്ത ടൈമിലുണ്ടായ കുറച്ച് ഇൻസിഡൻസ് അങ്ങനെയൊക്കെയാണ്. ഇത് മാഞ്ചൂർ ടൗണും അവിടുത്തെ ആൾക്കാരുമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ശരിക്കും തിരിച്ചിനി ഊട്ടിക്ക് പോകണമെങ്കിൽ ഈ മാഞ്ചൂരിലേക്ക് ഊട്ടിയിലേക്ക് ബസ് വരും. അത് അരമണിക്കൂർ 1 മണിക്കൂർ ഇടവിട്ടുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. നമ്മൾ 1.5 മണിക്കൂർ വെയിറ്റ് ചെയ്ത ശേഷമാണ് ഒരു ബസ് അങ്ങോട്ട് എത്തിയെന്നുള്ളതാണ് സത്യം. അപ്പോൾ പക്ഷേ മാഞ്ചൂരിൽ നിന്ന് കോയമ്പത്തൂരും മറ്റ് സ്ഥലങ്ങളിലേക്കും ബസ് ഒരുപാട് പോകുന്നുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ടൗണാണ്. നമ്മളിത് പൂജ ഹോളിഡേയ്സുമായിട്ട് കണക്ട് ചെയ്താണ് നമ്മൾ ട്രിപ്പ് പോകുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള കുറേ ആഘോഷങ്ങളും പൂവും മറ്റു പരിപാടികളൊക്കെയാണ് സമയത്ത് അവിടെ കണ്ടത്. ഇത് മഞ്ചൂരിൽ നിന്നുള്ള ഒരു ചെറിയ കാഴ്ചയാണ്. ഞങ്ങൾ ATMലേക്ക് പോയ സമയത്ത് അതിൻ്റെ ഒരു താഴ്വാരത്ത് ഇറങ്ങി നിന്ന് കണ്ട വ്യൂ ആണ്. ശരിക്കും നല്ല ഭംഗിയുള്ള സ്ഥലം തന്നെയാണിത്. അപ്പോൾ ഇരുട്ടി ആ സമയത്ത് ആൾക്കാരുടെ മൊമെൻറ്റും കാര്യങ്ങളും പിന്നെ പൂജ ആയതുകൊണ്ട് പൂവും മറ്റു കച്ചവടങ്ങളും ഒക്കെ അവിടെ തകൃതിയായി നടക്കുന്നു. ഒരു അമ്പലത്തിൻ്റെ വാതിക്കലാണ് ഞങ്ങൾ നിന്നത്. അപ്പോൾ അവിടുത്തെ പാട്ടും കാര്യങ്ങളൊക്കെ ആ സമയത്ത് കേൾക്കുന്നതാണ്. ഏകദേശം കുറേ നേരം ഞങ്ങൾ ആ സ്ഥലത്ത് സ്പെൻഡ് ചെയ്തു. പിന്നെ കുറേ ഞങ്ങൾ ഇറങ്ങിയതേ ഇല്ലെങ്കിലും മാഞ്ചൂർ 1.5 മണിക്കൂറോളം ഞങ്ങൾ ഈ ബസ്സിന് വേണ്ടി. കാരണം ബസ്സിൽ വരുമ്പോൾ നമുക്ക് അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. ചിലപ്പോൾ നമുക്ക് ഉദ്ദേശിച്ച രീതിയിൽ കാര്യങ്ങൾ പ്ലാൻ ചെയ്തപോലെ നടക്കണമെന്നില്ല. പ്രത്യേകിച്ച് ഹിൽ സ്റ്റേഷനൊക്കെ ആകുമ്പോഴത്തേക്കും ടൈമിങ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ മാഞ്ചൂരിൽ നിന്ന് വൈകിട്ട് ബസ് കിട്ടി. അതിനുശേഷം പിറ്റേ ദിവസത്തെ ഞാൻ ആദ്യം പറഞ്ഞ സൈറ്റ് സീയിങ്ങിലെ ഒരു കാഴ്ചയാണിത്. ഫസ്റ്റ് സ്പോട്ടാണ് ഇവിടെ നിർത്തിയിട്ട് പറഞ്ഞത്. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ടോയ് ട്രെയിനിൻ്റെ പാലം നമുക്ക് കാണാം. അത് കുറച്ചുകൂടി ക്ലോസ് ആയിട്ട് കാണാനുള്ള സെറ്റപ്പ് ഉണ്ട്. നിങ്ങൾക്കത് കണ്ടിട്ട് തിരിച്ച് വരാമെന്നാണ് ഇവർ പറഞ്ഞത്. അപ്പോൾ ഞങ്ങളുടെ റോഡിൽ നിന്ന് തന്നെ പാലം ഞങ്ങൾക്ക് കാണാമെന്ന് ഞങ്ങൾ അകത്ത് കയറി കണ്ടില്ല. അതിനുശേഷം ഞങ്ങളെ കൊണ്ടുപോയതാണ് ഈ ലൊക്കേഷൻ. ഇവിടെ ശരിക്കും പറഞ്ഞാൽ ആർമി ട്രെയിനിങ് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത്. മദ്രാസ് റെജിമെൻറ്റ്സിൻ്റെ കീഴിലുള്ള സ്ഥലമാണ്. ആർമി ട്രെയിനിങ് ഒക്കെ ഇവിടെയാണ് നടക്കുന്നത് എന്ന് പറഞ്ഞിട്ടാണ് ഈ സ്ഥലം ഞങ്ങളെ കാണിച്ചത്. നമ്മൾ പോകുന്ന വഴിയിൽ തന്നെ വണ്ടി ഒതുക്കി നിർത്തി ഒരു 1.5 മണിക്കൂറോളം ഇവിടെ നിർത്തി ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുപ്പിച്ചു. അത്യാവശ്യം ഇൻട്രസ്റ്റ്. ഇത് ടീയുടെ എന്തോ ഒരു ഔട്ട്ലെറ്റ് പോലൊരു സ്ഥലമാണ്. ഒരു തേയിലത്തോട്ടത്തിന് നടുക്ക് കൊണ്ട് നിർത്തിയിട്ട് ഈ ഔട്ട്ലെറ്റിൽ കൊണ്ടുവന്നിട്ട് സാധനം മേടിച്ചോളാൻ പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങി വിട്ടതാണ്. അവർ ടേസ്റ്റ് ചെയ്യാനെന്ന് പറഞ്ഞാൽ എന്തോ ചെറിയ 2-3 ഫ്ലേവറുള്ള സാധനം തരുന്നു. അത്യാവശ്യം ഫെയർ അല്ലാതുള്ള വിലയിലാണ് ഇവർ സാധനങ്ങളും നമുക്ക് വിറ്റത്. നമ്മൾ വാങ്ങിയൊന്നുമില്ല, കൂടെ വന്നാൾ വാങ്ങിയതേ ഉള്ളൂ. ശരിക്കും അവർക്ക് എന്തോ കമ്മീഷൻ സെറ്റപ്പിലായിരിക്കണം ഇത് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം ഡോൾഫിൻ ഹൗസാണ്. പക്ഷേ ലൊക്കേഷൻ ഒന്നും ഞങ്ങളോട് പറഞ്ഞില്ല ഏത് സ്ഥലമാണ് എന്താണെന്നൊക്കെ. ഇവിടെ നിർത്തിയിട്ട് പോകാമെന്നാണ് പറഞ്ഞത്. ഇത് ശരിക്കും ഡോൾഫിൻ ഹൗസ് ആണെന്നുള്ളത് ഇവിടുന്ന് ഒരു 500 മീറ്റർ അങ്ങോട്ട് നടന്ന് ചെന്നപ്പോഴാണ് ഡോൾഫിൻ ഹൗസ് ആണെന്നും അവിടുത്തെ എൻട്രിയൊക്കെ ക്ലോസ്ഡ് ആണെന്നൊക്കെയുള്ള കാര്യം നമ്മൾ മനസ്സിലായി. ഇത് നമുക്ക് ഗൈഡ് ഉണ്ടായിരുന്നു. അവരെ ഇതൊന്നും നമ്മളോട് പറഞ്ഞിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ ഗൈഡ് ഫീ ആയിട്ട് എക്സ്ട്രാ എമൗണ്ട് ഇവർ നമ്മുടെ പെർ ഡേ 300 റുപ്പീസ് കൂടാതെ അതും വാങ്ങുന്നുണ്ട്. അപ്പോൾ അതൊന്നും ഇവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാരണം ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ടൈപ്പ് സെറ്റപ്പ് ആയിരുന്നു ഈ സൈറ്റ് സീയിങ് എന്ന് പറഞ്ഞാൽ. ഒരു നോർത്ത് ഇന്ത്യൻ ഫാമിലി ഉണ്ടായിരുന്നു. അവർ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. അവരെ പറ്റിക്കുക, അതിൻ്റെ കൂട്ടത്തിൽ ബാക്കി ഞങ്ങളെ കുറച്ച് ആൾക്കാരെ തേക്കുക. അതൊരു അൺഫെയർ ആയിട്ടുള്ള പരിപാടിയായിരുന്നു ഇത്. അപ്പോൾ ഗൈഡ് ഫീ ഒക്കെ വാങ്ങുന്നുണ്ടെങ്കിലും നമ്മളോടൊന്നും കാര്യങ്ങൾ പ്രോപ്പറായിട്ട് കമ്മ്യൂണിറ്റിയിലെ കറക്റ്റ് സ്ഥലങ്ങളിലൊന്നും കൊണ്ടുപോയിട്ടില്ല. നമ്മൾ ദോദാപ്പേട്ട പീക്കൊക്കെ കണ്ടുകൊണ്ട് മാത്രമാണ് ഈ സ്ഥലം ഇതിൽ കയറിയത്. പക്ഷെ അതൊന്നും ഇവർ ദോദാപ്പേട്ട പീക്ക് ബൊട്ടാണിക്കൽ ഗാർഡൻ ഇവിടെ ഇവർ കൊണ്ടുപോയില്ല. പകരം ഡോൾഫിൻ ഹൗസിലത്തെ ഈ ഒരു കുറച്ച് കാഴ്ചകൾ കണ്ടു. ശരിക്കും ഇവിടെ അനാവശ്യമായിട്ട് കുറേ സമയങ്ങൾ കളഞ്ഞു. അല്ലെങ്കിൽ നമ്മളോട് പറയാതെ അങ്ങോട്ട് കുറച്ച് പോയി കുറേ കൂടി ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഫുഡ് കഴിക്കുക, അതൊന്നും നോക്കിയില്ല. അത് മാത്രമല്ല ഇവരിടയ്ക്ക് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് അതിനുശേഷം കൊണ്ടുപോയി നിർത്തിയ സ്ഥലമെന്ന് പറഞ്ഞാൽ ഏകദേശം ആ ഏരിയയിൽ ഒരു കട മാത്രമേ ഉള്ളൂ. അവിടെ കയറുക, അതും കമ്മീഷൻ ബേസ് അഡ്ജസ്റ്റ്മെൻറ്റ് പരിപാടി തന്നെയാണ്. അപ്പോൾ കൊടൈക്കനാലും നമ്മൾ ഇതുപോലെ കേട്ടിട്ടുള്ള സംഭവമാണ് സൈറ്റ് സീയിങ് തേപ്പാണെന്നുള്ളത്. ഇവിടെ ലിറ്ററലി തേപ്പായിരുന്നു. ഞങ്ങൾ പിന്നെ ലാസ്റ്റ് നിവൃത്തിയില്ലാത്തതുകൊണ്ട് മാഗി കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്തു അവിടുന്ന്. അത് നമ്മൾ പോയ സ്ഥലം തീരെ എന്താ പറയുക ക്വാളിറ്റിയുള്ള ഫുഡും അല്ല, അന്ന് ഒടുക്കത്തെ റേറ്റും ആയിരുന്നു. അതിനുശേഷം ഇവരൊരു 4:30-5 മണിയായപ്പോൾ സിംസ് പാർക്കിൽ കൊണ്ട് നിർത്തി. അത്യാവശ്യം നല്ല സ്പോട്ടായിരുന്നു കേട്ടോ. പക്ഷേ നമുക്ക് ടൈമില്ല. 1 മണിക്കൂർ കഷ്ടിച്ച് ഇവിടെ നിൽക്കാൻ. ആ ടീ പ്ലാന്റേഷനിലും ഈ പറഞ്ഞ എന്താ പറയുക ഫുഡ് കഴിക്കാനെന്നും പറഞ്ഞ് ടൈം വേസ്റ്റ് ചെയ്ത ആ സ്ഥലം, അതുപോലെ ഡോൾഫിൻ ഹൗസ്, ശരിക്കും ആ പോയിൻ്റേ ഇല്ല അവിടെ. ചുമ്മാ ജസ്റ്റ് വ്യൂ കാണാൻ വേണ്ടി അങ്ങനെയൊക്കെ അനാവശ്യമായിട്ട് ട്രെയിൻ പാളം കാണാനായിട്ട് നിർത്തിയത്. പിന്നെ രാവിലെ ഇവർ ആദ്യം പോയിട്ട് നമ്മളെയും കൊണ്ട് പോയത് ബോട്ടിങ്ങിനായിരുന്നു. അതും ഭയങ്കര കോമഡിയായിരുന്നു സത്യം പറഞ്ഞാൽ. 4-5 പേർക്ക് ബോട്ടിങ് വേണം, അത് അവരുടെ പ്രൈം കസ്റ്റമറാണ്. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ പറ്റിക്കുന്ന പരിപാടി. എനിക്കിതിനകത്ത് ഇവരുടെ എന്താ പറയുക ലോക്കൽ ഈ പറഞ്ഞ കച്ചവടക്കാരാണെങ്കിലും ഹോട്ടലാണെങ്കിലും അതുപോലെ ഈ സൈറ്റ് സീയിങ് എല്ലാം പറ്റിക്കുന്ന ഒരു മൈൻഡാണ്. പണ്ടും പലരും പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിലും എക്സ്പീരിയൻസിൽ വന്നപ്പോഴാണ് അതിനകത്തുള്ള കാര്യങ്ങൾ. കൊടൈക്കനാൽ ഞാൻ ചുമ്മാ പറയുന്നത് എന്തായാലും പറയാണ്.
ഇപ്പോൾ മൂന്നാറും കൊടൈക്കനാലും അല്ലെങ്കിൽ വാൽപ്പാറയൊക്കെ എന്ന് പറഞ്ഞാലും ഇതിനടുത്ത് കിടക്കുന്ന ടൂറിസ്റ്റ് സ്പോട്ടാണ്. ഇതുപോലുള്ള പറ്റിക്കലൊന്നുമില്ല. എന്നിരുന്നാലും നല്ല യാത്രാവിവരണമായി വീണ്ടും വരാം.